നടൻ പൃഥ്വിരാജ് സുകുമാരനെതിരെ വീണ്ടും ബഹിഷ്കരണാഹ്വാനവുമായി സംഘപരിവാർ. പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കുരുതി ഓഗസ്റ്റ് 11 OTT പ്ലാറ്റ്ഫോമിൽ റിലീസാവുകയാണെന്നും ചിത്രം ആരും കാണരുതെന്നുമാണ് സംഘപരിവാറിന്റെ പുതിയ ബഹിഷ്കരണാഹ്വാനം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രവും സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ജിഹാദികളുടെ ചെരുപ്പു നക്കിയുടെ പുതിയ സിനിമ ഓഗസ്റ്റ് 11 റിലീസാണ്. അവഗണിക്കുക എന്നെഴുതിയ ചിത്രമാണ് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ലക്ഷദ്വീപ് വിഷയത്തിലടക്കം പൃഥ്വിരാജ് നടത്തിയ പ്രസ്താവനയാണ് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള പ്രചരണം നടക്കാനുള്ള കാരണം. ലക്ഷദ്വീപ് വിഷയത്തിൽ ദ്വീപിലെ ജനങ്ങളെ കേൾക്കാൻ അധികാരികൾ തയ്യാറാവണമെന്ന് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ സംഘികൾ പൃഥ്വിരാജിനെതിരെ വളരെ വലിയ രീതിയിൽ തിരിഞ്ഞിരുന്നു. പൃഥ്വിരാജ് ജിഹാദികളുടെ ചെരുപ്പ് നക്കിയാണ് എന്ന് പറഞ്ഞുള്ള പ്രചാരണമാണ് അന്ന് സംഘപരിവാർ പൃഥ്വിരാജിനെതിരെ നടത്തിയത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കുരുതിക്കെതിരെയുള്ള സംഘപരിവാറിന്റെ ഈ ബഹിഷ്കരണാഹ്വാനം. എന്നാൽ ബഹിഷ്കരണാഹ്വാനം നടത്താൻ സിനിമ റിലീസാവുന്നത് തിയേറ്ററിലല്ലെന്നും സിനിമ OTT റിലീസായതിനാൽ പലരും മൊബൈലിലും മറ്റുമായി സിനിമ കാണുമെന്നും അതിനെ തടയാനാവില്ലെന്നും ഈ പോസ്റ്ററുകൾക്ക് താഴെ കമന്റുകൾ വന്നിരുന്നു. കൂടാതെ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പ്രചരിപ്പിക്കുന്നത് സിനിമയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്നും ചിലർ കമന്റുകൾ രേഖപ്പെടുത്തിയതോടെ ചില ഗ്രൂപ്പുകളിൽ നിന്ന് ഈ പോസ്റ്റർ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഏതായാലും ലക്ഷദ്വീപ് വിഷയത്തിൽ പ്രതികരണം നടത്തിയതിന്റെ പേരിൽ പൃഥ്വിരാജിനെ വിടാതെ വേട്ടയാടാൻ തന്നെയാണ് സംഘപരിവാറിന്റെ നീക്കമെന്ന് ഇത്തരം പോസ്റ്ററുകളിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ലക്ഷദ്വീപ് വിഷയത്തിൽ പ്രതികരിച്ചതിന്റെ പേരിൽ സംഘപരിവാർ നിയന്ത്രിക്കുന്ന ജനം TV വരെ അന്ന് പൃഥ്വിരാജിനെ വ്യക്തിഹത്യ ചെയ്തിരുന്നു. സുകുമാരന്റെ മൂത്രത്തിലുണ്ടായ പൗരുഷമെങ്കിലും പൃഥ്വിരാജ് കാണിക്കണമെന്നും രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം പൃഥ്വിരാജ് കുരച്ചു ചാടുമ്പോൾ നല്ല നടനായ സുകുമാരനെ ആരെങ്കിലും ഓർമ്മിച്ചാൽ അത് പിതൃസ്മരണയായി പോകുമെന്നായിരുന്നു ജനം TV അന്ന് ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെ പറഞ്ഞത്. ചാനലിലെ എഡിറ്റർ GK സുരേഷ് ബാബു എഴുതിയ ലേഖനത്തിലായിരുന്നു ഈ പരാമർശങ്ങളൊക്കെ നടന്നിരുന്നത്. പൃഥ്വിരാജിന്റെ കണ്ണീർ വീണ്ടും ജിഹാദികൾക്ക് വേണ്ടി എന്നായിരുന്നു ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ. സമൂഹ മാധ്യമങ്ങളിൽ ചലച്ചിത്ര പ്രവർത്തകരടക്കം ഇതിനെതിരെ വലിയ വിമർശനം ഉയർത്തിയതോടെ ലേഖനം സൈറ്റിൽ നിന്ന് നീക്കി ജനം TV കണ്ടം വഴിയോടുകയായിരുന്നു. കൂടാതെ പൃഥ്വിരാജ് അച്ഛൻ സുകുമാരന് അപമാനമാണെന്നും അച്ഛന്റെ ഗുണങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിത്വം കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പുനർവിചിന്തനം ചെയ്യണമെന്ന് BJP വക്താവായ B ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം പൃഥ്വിരാജ് പറഞ്ഞത് സംഘികളെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നതിന്റെ തെളിവാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പൃഥ്വിയുടെ പുതിയ ചിത്രമായ കുരുതിക്കെതിരെയുള്ള സംഘപരിവാറിന്റെ ബഹിഷ്കരണാഹ്വാനം. അതേസമയം ഓഗസ്റ്റ് 11 ആമസോൺ പ്രൈമിലൂടെയാണ് പൃഥ്വിയുടെ ഏറ്റവും പുതിയ ചിത്രമായ കുരുതി പ്രേക്ഷകരിലേക്ക് മുന്നിലെത്തുന്നത്. പൊളിറ്റിക്കൽ ത്രില്ലറായ ചിത്രം ഒരു ഫാമിലി എന്റർടൈൻമെന്റ് കൂടിയാണ്. റോഷൻ മാത്യു, മുരളി ഗോപി, ഷൈൻ ടോം ചാക്കോ, മാമുക്കോയ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.